ഗുഡ് മോർണിംഗ്. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളെൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? വെയിറ്റ് ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ? അപ്പോൾ അതേ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, 2-3 ദിവസം വീഡിയോ ഇടാത്തതിൽ എന്നോട് ക്ഷമിക്കണം. വയ്യാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. ഇത് 3 ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എങ്കിലും 3 ദിവസത്തെ വീഡിയോയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിവിടെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആ അമ്പലം കേട്ടോ, അരികിഴായ ശിവക്ഷേത്രമാണ് കേട്ടോ. അതിൻ്റെ കുളമാണ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അത് ഇടാൻ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം എന്നുള്ളത്, അങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ ഇതേ 3 ദിവസത്തെ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പനിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പണികളൊക്കെ നമ്മൾ ചെയ്യണുണ്ട്. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ നേരെ ബിസ്മിയിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. മഞ്ചേരി ബിസ്മിയിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നു. മഞ്ചേരി ബിസ്മിയിലെത്തിയിട്ടോ. നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ. ബിസ്മിയിലേക്കൊക്കെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അങ്ങനെ നടന്ന് ഞങ്ങളിത് ഇവിടെ ബിസ്മിയിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൂസും മനു ഏട്ടനും ഒക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വന്നിട്ടില്ലല്ലോ. ഇവർ 3 പേരല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാനും കൂടെ ഒന്ന് വരാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ഡ്രസ്സിൻ്റെതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ. ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി. നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ അതേ പിന്നെ അവിടെ മെഹന്തിയുടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നും നാളെയും ആണ് നടക്കുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് വന്നതല്ല കേട്ടോ സംഭവം. അപ്പോൾ അതേ ഞാൻ ഒന്നങ്ങോട്ട് കൈ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, വരയ്ക്കാലോ മെഹന്തി ഇടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും കൂടെ ഒന്നങ്ങോട്ട് ചെന്നു കേട്ടോ. അപ്പോൾ പരിചയപ്പെട്ട് വന്നപ്പോഴാണ്, നമ്മളെ നാട്ടിലുള്ള കുട്ടി തന്നെയാണ് കേട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ ഇന്നും നാളെയും ഉണ്ട്. ഞാനൊരു ഡിസൈൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ ആളിത് ഇട്ട് തരികയാണ് കേട്ടോ. അപ്പം വിശേഷങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. നമ്മളെ നാട്ടിലുള്ള ആൾ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടൊരു ഡിസൈൻ എടുത്തതാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനതെടുത്ത് ആൾക്ക് കൊടുത്തു. ആളത് ഇട്ട് തരികയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മെഹന്തി ഇട്ട് കൊടുക്കും ഇയാൾ കേട്ടോ. നാളെ പിന്നെ വേറൊരു കുട്ടിയാണ് വരുന്നത്. ശ്രീലക്ഷ്മി എന്നാണ് ഈ കുട്ടിയുടെ പേര് കേട്ടോ. അപ്പോൾ മഞ്ചേരി ഭാഗത്ത് ആർക്കെങ്കിലും മെഹന്തി ഇടാൻ താല്പര്യമുണ്ട് എങ്കിൽ എന്നോട് പറഞ്ഞാൽ നമുക്ക് സെറ്റാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ? പിന്നെ അതുപോലെ എന്താണ് പറയുക, സിമ്പിൾ വർക്ക് അല്ലാതെ ഹെവി ഡിസൈനൊക്കെ ആൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു കേട്ടോ. പിന്നെ അതിലുണ്ടായിരുന്നത് പറയാൻ ബാക്കി വെച്ചത് എന്താണെന്നറിയോ, ഞാൻ കല്യാണത്തിന് പോലും മൈലാഞ്ചി എന്ന് പറയുന്ന സംഭവം ഇട്ടിട്ടില്ല കേട്ടോ. പൊതുവേ ഞാൻ മൈലാഞ്ചി ഇടാത്ത ഒരാളാണ്. ചെറിയ കുട്ടിയാവണ സമയത്തൊക്കെ ഇടാനൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. എന്ത് അരച്ചിട്ടുള്ള, അന്നിങ്ങനെ ട്യൂബൊന്നുമില്ല, അരച്ചിട്ടുള്ള മൈലാഞ്ചി ഉണ്ടല്ലോ, ഇലയൊക്കെ പറിച്ച് അരച്ചിട്ടുള്ള അങ്ങനെയുള്ളത്. ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഇട്ട് കഴിയുമ്പോൾ തോന്നും വേണ്ട. അപ്പോൾ എന്തായി, അപ്പോൾ ഇത് മായ്ച്ചാൽ പോണ സംഭവം അല്ലല്ലോ, അങ്ങനെ തോന്നും കേട്ടോ. പിന്നെ അന്ന് എന്താണ് പറയുക, അന്ന് അരച്ചു കൊണ്ടുവരും, ഇടും. അതുപോലെ കാലിലൊക്കെ ഇടുമായിരുന്നു കേട്ടോ. കാലിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ പുള്ളി ഇടില്ലേ നമ്മൾ, അങ്ങനെയൊക്കെ ഇടുമായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നേ. ചെറുതായിട്ട് വരച്ചിട്ട് അതിലിങ്ങനെ പുള്ളിയിരുന്ന അങ്ങനെ, അല്ലാതെ ഹെവി വർക്കൊന്നും അല്ല. കയ്യിലും അതുപോലെ തന്നെ കേട്ടോ. വെറുതെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഇട്ട് വെക്കുക, അല്ലെങ്കിൽ പേരെഴുതി വെക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഒരു പൂ മാത്രം വരയ്ക്കുക, ഒരു പൂ ഒരു ഇല, അല്ലെങ്കിൽ ഒരു പൂ 2 ഇല, അങ്ങനെയുള്ളൊരു രീതിയിൽ വരയ്ക്കുന്ന ഡിസൈൻ മാത്രമേ ഞാൻ അന്നേ ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ ട്യൂബല്ലേ, ഇപ്പം നല്ല കുറേ കാലങ്ങളായിട്ട് ട്യൂബ് തന്നെയാണല്ലോ.
പക്ഷേ എന്നിട്ടും ഞാൻ കല്യാണത്തിനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമായിരുന്നില്ല കേട്ടോ, വേണ്ട എന്ന് തോന്നിയിട്ടോ, അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇന്നാണ് ഇടുന്നത്, ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും കൂടെ ഉണ്ടായിരുന്നേ. പിന്നെ എനിക്ക് ബോറായി തോന്നിയതൊന്നുമില്ല, സിമ്പിൾ വർക്കാണ്, ഇഷ്ടപ്പെട്ടു, അങ്ങനെ അത് കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം ഉച്ചക്കായിട്ടുണ്ട് സമയം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലുള്ള വിശേഷങ്ങൾ എടുക്കാൻ പറ്റാത്തത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. രാവിലെ എണീറ്റാൽ ഫോൺ ഇട്ട് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ പിറ്റേ ദിവസമാണ് പിന്നെ ഈ ഒരു വീഡിയോ എടുക്കണത് കേട്ടോ. കാരണം എനിക്ക് സൗണ്ട് പറ്റുന്നില്ല, എനിക്ക് വോയിസ് കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചില സമയത്ത് അങ്ങോട്ട് റെഡി ആവും, ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പോൾ ചെറിയ പ്രശ്നമേ ഉള്ളൂ കേട്ടോ. ആ ഒരു ടൈമിൽ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ എണീറ്റ് നടക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. സാധാരണ ഞാൻ ഇപ്പോൾ വീട്ടിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ രാവിലെ ഇപ്പോൾ നല്ല പനിയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ രാവിലെ ചിലപ്പോൾ കുളിക്കുകയൊന്നുമില്ല കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ഒന്ന് കുളിക്കുക, അല്ലെങ്കിൽ മേല് കഴുകുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ രാവിലെ തന്നെ അടുക്കളയിലുള്ള പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുളിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ചൂടാണ്, നീരിറക്കം. നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് അടുക്കളയിൽ നിൽക്കുകയാണെങ്കിലും വിയർക്കുകയാണ് കേട്ടോ, അത്രയ്ക്കും ചൂടാണ്. അപ്പോൾ അതിങ്ങനെ നീരിറക്കം പിടിച്ചിട്ടാണ് എനിക്ക് സംഭവത്തിൽ വയ്യാണ്ടേ ആയിരിക്കണേ കേട്ടോ. പിന്നെ മുകളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതിൻ്റെ ഇരട്ടി ചൂടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ അങ്ങനെ ആയതാണ്. പക്ഷെ എന്നിട്ട് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ വീഡിയോസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സൗണ്ട് കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. വിചാരിക്കുന്ന രീതിയിൽ നമുക്കൊരു ഫ്ലോയിൽ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അതാണ് സംഭവം. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാ ടൈമിലും എനിക്കിപ്പോൾ അവിടെയാണ് എന്നുണ്ടെങ്കിൽ ഏതൊരു ടൈമിലും മിണ്ടാതിരിക്കൂ കേട്ടോ അപ്പൂസേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് സമയം നോക്കി സന്ദർഭം നോക്കി ഞാൻ വോയിസ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ വോയിസ് വിചാരിച്ചതുപോലെ വരില്ല, ആ ഒരു ഫ്ലോ തീരെയും കിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ മാറ്റി പിടിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അലക്കാനുള്ളതൊക്കെ അലക്കിയിടുകയാണ് കേട്ടോ. സാധാരണ ഞാൻ അവിടെ ഇതൊക്കെ മിഷീനിലിടുന്നതല്ലേ, ഇപ്പം ഞാൻ അങ്ങനെയല്ലല്ലോ, ഇവിടെ കല്ലിൽ വെച്ചിട്ടാണ് അലക്കണത് കേട്ടോ. മിഷീനിലൊന്നും ഇടാനാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം കുളി കഴിഞ്ഞപ്പോൾ തന്നെ വേഗം ബാക്കിയുള്ളതും കൂടെ അലക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. മഴക്കാലമൊക്കെ തുടങ്ങിയ പോലെ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് 2-3 ദിവസത്തെ വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇതെന്നും ഉച്ചയ്ക്ക് രാവിലെ തൊട്ടേ മഴക്കാറുണ്ട്, ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത് 3-ാമത്തെ ദിവസത്താണ് കേട്ടോ. ഇത് ഞങ്ങളിതേ 4 വരിപ്പാതയില്ലേ, 4 വരിപ്പാത ഉണ്ടല്ലോ, അതിലാണ് കാണിക്കുന്നത് കേട്ടോ. വേറെ എങ്ങോട്ടല്ല, ഞങ്ങൾ അങ്ങാടിപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങാടിപ്പുറം കഴിഞ്ഞ് കാടാമ്പുഴ അമ്പലത്തിലേക്ക് പോവുകയാണ്. ആ ഒരു സമയത്ത് ഹൈവേയിലൂടെ പോകുമ്പോൾ എടുക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ കൂടി വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ബസ്സിലാണ്, കാടാമ്പുഴയ്ക്കുള്ള ബസ്സായതുകൊണ്ട് തന്നെ തീരെ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഞാൻ അപ്പൂസിന് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ മനു വന്നിട്ടാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇത് നിങ്ങൾ പേപ്പറിലും ന്യൂസിലൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഒരു റോഡ് തകർന്നിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിലാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നത് കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തി ന്യൂസ് കാണുന്ന ഒരു ടൈമിലൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ചെടുത്തു കേട്ടോ. അങ്ങോട്ട് പോകുന്ന ആ ഒരു ടൈമിലുള്ളതാണ് എടുത്തത്. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ നല്ല തിരക്കും കാര്യങ്ങളും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പലത്തിലെത്തി. പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അവിടെ അങ്ങനെ ഫോൺ അലൗഡ് അല്ല കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല മഴ പെയ്ത ആ ഒരു ടൈമിൽ പാറ്റ പൊടിയുന്നുണ്ട് കേട്ടോ. ഇത് രാവിലത്തെ ഒരു സീനാണ് കേട്ടോ. ഏകദേശം ഒരു 8:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ മഴ പെയ്ത് പാറ്റ പൊടിയുന്നതാണ്.
നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മഴക്കാലം ആയ ഒരു ഫീലാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്ക് മഴയൊക്കെ ഒന്ന് ഒതുങ്ങുമെന്ന് തോന്നുന്നു. പണ്ട് സ്കൂൾ തുറക്കുമെന്ന് പറഞ്ഞാൽ മഴ ആയിരുന്നു, കാറ്റും മഴയും ഒക്കെ ആയിരുന്നല്ലോ, രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പം സ്കൂൾ തുറക്കുന്ന ആ ഒരു ടൈമിലും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോഴേക്കും ഇപ്രാവശ്യം മഴ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഇങ്ങനെ മഴ പെയ്താൽ. അപ്പോൾ അതേ പാറ്റിക്ക് അങ്ങനെ പൊടിയട്ടെ കേട്ടോ. പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ വീഡിയോ ഞാൻ അങ്ങോട്ട് അന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇടാൻ വേണ്ടി പറ്റിയിട്ടുള്ളതായിരുന്നേ. അപ്പോൾ എൻ്റെ വീഡിയോ എത്ര നേരം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. നാളെ നിങ്ങൾ പുതിയൊരു വിശേഷമായിട്ട് വരാം. അതുവരെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ബായ്.